ഇപ്പോൾ റിട്ടയർഡ് SPI KM ആന്റണി കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ നമസ്കാരം. ഈ ഒരു കേസ് വരുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് ഇതിൽ തെളിവുകളാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ പെൺകുട്ടിയുടെ ബാഗ് ഈ വർക്ക്ഷോപ്പിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബാഗിനുള്ളിൽ ഈ ഇരുവരുടെയും ബന്ധം വെളിപ്പെടുത്തുന്ന ഒരു ഡയറി ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ വർക്ക്ഷോപ്പിനുള്ളിലെ CCTV ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ സമീപത്തെ വീട്ടിലെ CCTV ദൃശ്യങ്ങളും ഒക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ കേസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് നിർണായക തെളിവുകൾ തന്നെയല്ലേ? തീർച്ചയായിട്ടും ഇത് നിർണായകമായിട്ടുള്ള തെളിവുകളാണ് ഇപ്പൊ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. കാരണം ആ ഡയറിയും അതുപോലെ തന്നെ ആ വർക്ക്ഷോപ്പിലെ CCTVയും അതുപോലെ തന്നെ അടുത്ത വീട്ടിലെ CCTVയിൽ നിന്നും ലഭിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ വളരെ തെളിവ് മൂല്യമുള്ള തെളിവുകൾ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയെ 16 വയസ്സ് മുതൽ പീഡിപ്പിച്ചു വരികയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ തമ്മിലുള്ള സ്വകാര്യമായിട്ടുള്ള ചിത്രങ്ങളും മറ്റുമൊക്കെ പുറത്ത് പോകുമോ എന്നുള്ള ഭയം കൊണ്ട് അയാൾ കൊലപ്പെടുത്തി എന്നാണ് പ്രാഥമികമായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിലൊരു കൊലപാതകം അല്ല, ഒരു സൂയിസൈഡ് മാത്രമാണ് ഇതെന്നുള്ള നിലയ്ക്കാണ് അന്വേഷണം മുന്നോട്ട് പോയത്. പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ കണ്ട ചില ലക്ഷണങ്ങൾ, അതായത് കഴുത്ത് ഞെരിച്ചതായോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബലപ്രയോഗത്തിന്റെ ലക്ഷണങ്ങൾ ഉള്ളതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംശയം തോന്നി ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ ചുരുൾ അഴിഞ്ഞു വരുന്നത്. തെളിവുകൾ ശേഖരിക്കാൻ പോലീസിന് ഇതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. കാരണം ഡിജിറ്റൽ എവിഡൻസ്, പെൺകുട്ടിയുടെ ഡയറി ഉണ്ടാവും, ഇവർ തമ്മിൽ ഫോണിൽ സംസാരിച്ച കാര്യങ്ങളുണ്ടാവും. അതെല്ലാം പോലീസിനെ സംബന്ധിച്ചിടത്തോളം തെളിവുകളായിട്ട് ശേഖരിക്കാൻ സാധിക്കും. കാരണം ഇവര് വർഷങ്ങളായുള്ള ഒരു ബന്ധമാണ്. ആ ബന്ധത്തില് ഉലച്ചിൽ തട്ടി അതിനുശേഷം ഇയാള് ഈ കുട്ടിയെ കൊലപ്പെടുത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വന്ന് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാമെന്ന ഒരു ധാരണയിലാണ് സ്റ്റൂള് തട്ടുമാറ്റി തൂങ്ങി മരിച്ചപ്പോൾ തൂങ്ങി നിൽക്കുമ്പോൾ സ്റ്റൂള് തട്ടുമാറ്റി ആ രീതിയിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് പോയത്. നിർണായകമായിട്ടുള്ളത് ഈ CCTV ദൃശ്യങ്ങളാണ്. പോലീസിന്റെ അന്വേഷണം കൃത്യമായ നിലയ്ക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സംശയിക്കേണ്ടതായിട്ട് മറ്റൊരാളെ ഇതിലില്ല. ഇതിന്റെ സാഹചര്യങ്ങൾ മുഴുവൻ വിലയിരുത്തി പോലീസ് അതിന്റെ അന്വേഷണം ശരിയായ രീതിയിലും ശരിയായ ദിശയിലും നടത്താൻ സാധിക്കും. കാരണം പോലീസിന് ഇതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ, അതിലെന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചും എന്താണ് കാരണം എന്നുള്ളതിനെ സംബന്ധിച്ചും ഇവർ തമ്മിലുള്ള ബന്ധവും അതുപോലെ തന്നെ ഇയാളെ കൊലപാതകത്തിലേക്ക് നയിക്കാനുണ്ടായ സാഹചര്യങ്ങളും എല്ലാം പോലീസിന് വിവരമായി അല്ലെങ്കിൽ അത് കൃത്യമായ വിവരങ്ങളായിട്ട് ലഭിച്ചിട്ടുണ്ട്. പിന്നീട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള തെളിവുകൾ ശേഖരിച്ചു അന്വേഷണം പൂർത്തീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. പ്രതിയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നല്ലൊരു ഡിറ്റക്ഷനാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കേസ് തെളിയിക്കാൻ പറ്റുന്ന, ശിക്ഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കേസാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്നിപ്പോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളെ അല്ലെങ്കിൽ മോശമായ പ്രവണതയുടെ ലക്ഷണമാണ് ഇത് കാണുന്നത്. 10 വർഷമായിട്ട് ഈ പെൺകുട്ടി ഇയാളുമായിട്ട് അടുപ്പമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിന് ശരിയായ ദിശയിലേക്ക് വരാനോ സാധിച്ചില്ല എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകതയുള്ള ഒരു കാര്യം. കാരണം അത് ഒരു തെറ്റായ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുന്നു അല്ലെങ്കിൽ അതിനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. വീട്ടുകാർക്കാണെങ്കിലും ആ രീതിയിലുള്ള ആർക്കും ഒരു സൂചന ഇല്ലാത്ത രീതിയിലാണ് ഈ പെൺകുട്ടിയെ വർക്ക്ഷോപ്പിൽ ചെല്ലുന്നത് തന്നെ. അപ്പം ആളുകളെ, ഈ രീതിയിലുള്ള കൊടും കുറ്റവാളികളെ, സമൂഹത്തിലുള്ളവരെ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത് പോലീസിന്റെയും അതുപോലെ തന്നെ കോടതിയുടെയും ചുമതലയായിട്ട് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതിലെ പെൺകുട്ടിയുടെ സഹോദരി അല്ലെങ്കിൽ ഈ വൈശാഖിന്റെ ഭാര്യയ്ക്കും ഈ കേസിൽ പങ്കുണ്ട് എന്നുള്ളൊരു സംശയം പോലീസിനുണ്ടാകുമോ? കാരണം ഈ പെൺകുട്ടിയുടെ മൃതദേഹമൊക്കെ ഈ കാറിൽ കയറ്റി ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ഈ വൈശാഖിന്റെ ഭാര്യയും ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അല്ല, അത് സ്വാഭാവികമായിട്ടും തെളിവ് നശിപ്പിക്കുക അല്ലെങ്കിൽ കുറ്റകൃത്യത്തില് ആ രീതിയിൽ സഹായിക്കുക എന്നുള്ളത് ഉണ്ടായിട്ടുണ്ടാവണം. അത് അന്വേഷണത്തിൽ അവരുടെ റോൾ ഉണ്ടെങ്കിൽ, അവർക്ക് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് അതിനും അതല്ലെങ്കിൽ ഈ ഡെഡ് ബോഡി മറവ് ചെയ്യുന്നതിനോ നീക്കം ചെയ്യുന്നതിനോ സഹായിച്ചു എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനുമുള്ള രീതിയിലുള്ള വകുപ്പുകൾ പ്രത്യേകമുണ്ട്. അതിലവരും അങ്ങനെ ഉണ്ടെങ്കിൽ, പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവരതിന് അർഹമായ ശിക്ഷയ്ക്ക് അവർക്കും ലഭിക്കേണ്ടതാണ് ശിക്ഷ. ഇനിയിപ്പോൾ ഈ കേസിൽ ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്താൻ സാധ്യതയായിട്ടുള്ളത്? കാരണം ഈ 16 വയസ്സ് മുതൽ തന്നെ ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും 16 വയസ്സ് എന്ന് പറഞ്ഞാൽ പെൺകുട്ടിക്ക് ഇപ്പോൾ ഉള്ള പ്രായം എന്ന് പറയുന്നത് 26 വയസ്സാണ്. അതായത് 10 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി ആ പെൺകുട്ടിയെ ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് പോക്സോ ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണ്. ആ വകുപ്പും ഇതിൽ തന്നെ വരും. അത്
അത് പോസ്റ്റ്മോർട്ടം നടത്തുന്ന പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതിനെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കാനും അത് തെളിവായിട്ട് നൽകുവാനും സാധിക്കും. ഇപ്പൊ പോക്സോ ഉൾപ്പെടെയുള്ളതും കൊലപാതകവും അതുപോലെ തന്നെ തെളിവ് നശിപ്പിച്ചിട്ടുണ്ടതിന് അതിനായിട്ടുള്ള മതിയായ വകുപ്പുകളും ഇട്ട് നല്ല രീതിയിലൊരു അന്വേഷണം നടത്തി ചാർജ് കൊടുത്ത് ചെയ്യാൻ പറ്റും. ശിക്ഷ വാങ്ങി കൊടുക്കാൻ അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കുന്ന രീതിയിലുള്ള അന്വേഷണം നടത്താൻ സാധിക്കുമെന്ന് തെളിവുകളുണ്ട്, മതിയായ തെളിവുകൾ ഇതിലുണ്ട്. ശരി, വളരെയധികം നന്ദി ശ്രീ കെ എം ആന്റണി ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.